നമസ്കാരം. വർഷങ്ങൾ നീണ്ട ഇന്ത്യയുടെ നിയമ പോരാട്ടത്തിന് ഇതാ ഒടുവിൽ വിജയം ലഭിക്കുകയാണ്. തഹാവൂർ റാണെ എന്ന മുംബൈ സ്ഫോടന കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ കൊടും ഭീകരനെ ഇന്ന് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ്. അമേരിക്കൻ ജയിലുകളിൽ ഇയാൾ കഴിഞ്ഞ കുറേ നാളായി വസിച്ചു വരികയായിരുന്നു. 6 US പൗരന്മാരടക്കം 166ഓളം നിരപരാധികൾ കൊല്ലപ്പെട്ട മുംബൈ ഭീകരാക്രമണ കേസ് 2008 നവംബർ 26-നുണ്ടായ മുംബൈ ഭീകരാക്രമണം പാകിസ്ഥാൻ്റെ സഹായത്തോടുകൂടി പാകിസ്ഥാൻ അനുകൂല തീവ്രവാദ സംഘടനകൾ ഇന്ത്യയിൽ നടത്തിയ ഒരു ആക്രമണമാണ്. യഥാർത്ഥത്തിൽ അത് പാകിസ്ഥാൻ തന്നെ നടത്തിയ ഒരു ആക്രമണമായിരുന്നു. ഈ ആക്രമണത്തിൻ്റെ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും മുഖ്യ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന ഒരു ഭീകരന് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് ഈ തഹാവൂർ റാണയായിരുന്നു. ഇതിൻ്റെ പേരിലാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രത്തിൽ തഹാവൂർ റാണയുടെ പേര് ഉൾപ്പെടുന്നത്. അദ്ദേഹം കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇന്ത്യ കഴിഞ്ഞ കുറേ കാലമായി ആവശ്യപ്പെടുന്ന ഒരു കൊടും ഭീകരൻ കൂടിയാണ്. കാരണം മുംബൈ കലാപവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇനിയും അന്വേഷിച്ചറിയാൻ ഇന്ത്യക്ക് ബാക്കിയുണ്ട്. തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ച് വിചാരണ ചെയ്താൽ തീർച്ചയായും ആ കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുമെന്നാണ് ഇന്ത്യ വിചാരിക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യയുടെ ശത്രുക്കൾ തഹാവൂർ റാണ ഇന്ത്യയുടെ കയ്യിലാകുന്നതോടുകൂടി വലയിലാകും എന്നാണ് പല വിദഗ്ധരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും അല്ലെങ്കിൽ എല്ലാ ശ്രമങ്ങളും മറുഭാഗം നടത്തിയെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കോടതി ഉത്തരവിന് ശേഷം ട്രംപ് ഭരണകൂടം തഹാവൂർ റാണയെ കൈമാറാനുള്ള തീരുമാനമെടുത്തത്. അതിനുശേഷവും സുപ്രീം കോടതിയിൽ ഈ കൈമാറ്റം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തഹാവൂർ റാണ ഹർജി നൽകിയിരുന്നു. ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടും എന്നൊരു കാരണം ഉയർത്തിയാണ് തഹാവൂർ റാണ ഇതിന് തയ്യാറായത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹർജി നൽകിയത്. പക്ഷേ കോടതി കേട്ടില്ല. കോടതി ആ ഹർജി തള്ളുന്നു. മാർച്ചിൽ ഏറ്റവും ഒടുവിൽ കൊടുത്ത ഹർജിയും തള്ളുന്നതോടുകൂടിയാണ് ഇന്ത്യ തഹാവൂർ റാണയെ ഈ നാട്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വലിയ സുരക്ഷയിലാണ് തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ത്യക്ക് മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഒരു ഭീകര പ്രവർത്തകരാണ്. മാത്രമല്ല, ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ കൂടുതൽ സത്യം വെളിപ്പെടാനുണ്ട് എന്ന് ഇപ്പോഴും ഇന്ത്യ വിശ്വസിക്കുന്നുണ്ട്. ആ സത്യങ്ങളിലേക്ക് വെളിച്ചം വീശാൻ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരിട്ടാണ് തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. അജിത് ഡോവലും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമടക്കം NIA സംഘമടക്കം ഇപ്പോൾ അമേരിക്കയിലുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിലേക്ക് തഹാവൂർ റാണയെ എത്തിക്കും. ഇയാളെ ഏത് ജയിലിൽ പാർപ്പിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ദില്ലിയിലെയും അതുപോലെ തന്നെ മുംബൈയിലെയും ജയിലുകളാണ് ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. തഹാവൂർ റാണയ്ക്ക് പ്രത്യേക സുരക്ഷ നൽകുന്ന സ്പെഷ്യൽ സെല്ലുകൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, തഹാവൂർ റാണയെ പാർപ്പിക്കുന്നതിനോടനുബന്ധിച്ച് ഈ 2 ജയിലുകളുടെ സുരക്ഷ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു ജയിലിലേക്കായിരിക്കും സുരക്ഷാ കാരണങ്ങളാൽ ഏറ്റവും ഒടുവിലായി ഈ തഹാവൂർ റാണയെ പാർപ്പിക്കുന്ന തീരുമാനമെടുക്കുക. എന്തായാലും ഇതുവരെയും ഏത് ജയിലിലായിരിക്കും തഹാവൂർ റാണ കഴിയുക എന്ന തീരുമാനമെടുത്തിട്ടില്ല. തിഹാർ ജയിൽ ഉൾപ്പെടെ മുംബൈയിലെ മറ്റൊരു ജയിൽ ഉൾപ്പെടെ 2 ജയിലുകളിൽ വലിയ സുരക്ഷാ പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ്. സുരക്ഷ ഉയർത്തിയിട്ടുണ്ട്. തഹാവൂർ റാണയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സെല്ലും റെഡിയാണ്. ഇനി ഒരുപക്ഷെ ഈ 2 ജയിലുകളും അല്ലാതെ മറ്റൊരു ജയിലിലേക്ക് റാണയെ കൊണ്ടുപോകുമോ എന്നും അറിയില്ല. മറ്റൊരു കാര്യം ഉറപ്പാണ്, അതായത് NIA കസ്റ്റഡിയിലേക്ക് അടുത്ത ഏതാനും ദിവസങ്ങൾ തഹാവൂർ റാണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തഹാവൂർ റാണയെ ഇടിച്ച് പിഴിഞ്ഞിട്ടായാലും ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകും. എന്തായാലും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തഹാവൂർ റാണയ്ക്ക് ഇന്ത്യൻ ജയിലുകളിൽ ഇനി വിശ്രമം ഒരുങ്ങും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു.
മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.